The midnight of August 14th, 1947, symbolized the rebirth of a nation after the slumber of centuries and a long struggle for self-determination. Over the past 2 decades, India has gone from a developing economy to one of the fastest growing economies in the world. Today, it reigns as an emerging superpower with significant growth in nearly all areas. अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड़ उत्कल बंग विंध्य हिमाचल यमुना गंगा उज्ज्वल जलधि तरंग तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. എ വാം ഗുഡ് മോർണിംഗ് ടു ഓൾ. പ്രിയപ്പെട്ട എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും എൻ്റെ എത്രയും പ്രിയമുള്ള ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ്, ആദ്യമായി എല്ലാവർക്കും 74ാമത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആശംസകൾ. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണോ? ഫൈനൽ എക്സാമിനേഷൻ്റെ ആദ്യത്തെ എക്സാം കഴിഞ്ഞ് നമ്മൾ പിരിഞ്ഞതാണ്. എത്ര മാസങ്ങളായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്. നിങ്ങളുടെ സ്വരം ഒന്ന് നേരിൽ കേൾക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ എന്താ ചെയ്യുക, എല്ലാം നല്ല നാളേക്ക് വേണ്ടിയാണെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? ഈ സമയത്ത് നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകൾ ഓർമ്മയിൽ വരുന്നു. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം കെടുത്തുന്നതാണ് യഥാർത്ഥ സ്വപ്നമെന്ന്. ആ ഉറക്കം കെടുത്തുന്ന സ്വപ്നം നമുക്കും കാണാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി. ഈ വർഷം നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ എല്ലാ വ്യക്തികളുടെയും ഉള്ളിൽ ഒരു നീറ്റൽ കൂടി കടന്നു പോകുന്നുണ്ട്, ഇല്ലേ? കഴിഞ്ഞ ജൂൺ 20 ലഡാക്കിൽ നടന്ന ആ സംഭവം, നമ്മുടെ രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച നമ്മുടെ ജവാന്മാർ, ഇന്ന് അവർക്കാകട്ടെ നമ്മുടെ ആദ്യത്തെ സല്യൂട്ട്. നമ്മുടെ എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളെയും, നമ്മുടെ രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച എല്ലാ ജവാന്മാരെയും നമുക്ക് ഈ സമയം സ്മരിക്കാം. ഒരു കൊഴിഞ്ഞുപോയ തലമുറയുടെ ത്യാഗം കൂടിയാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന ഈ സ്വാതന്ത്ര്യദിനം. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിൻ്റെ നന്മകൾ, ഓർമ്മകളുടെ താളുകളെ മറിച്ചു നോക്കി നമ്മുടെ മക്കളിലേക്ക് പങ്കുവയ്ക്കുവാൻ നമുക്ക് കഴിയണം. എല്ലാവരും ഈ ദിനത്തെ ഒരാഘോഷമാക്കി മാറ്റുന്നത് നമ്മുടെ വീടുകളിൽ തന്നെയാണ്, അല്ലേ? ലോകം മുഴുവനും പടർന്നുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസ് എന്ന മഹാമാരി എല്ലാവരെയും തളർത്തിയിരിക്കുകയാണ്. തന്നെയുമല്ല, പ്രകൃതി ദുരന്തങ്ങളും അപകട ദുരന്തങ്ങളും നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. സാഹചര്യങ്ങളുടെ മുകളിലൂടെ ദൈവകരം പിടിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ഭയപ്പെടേണ്ട, വിശ്വസിക്കാം ദൈവത്തിലും നമ്മൾ എന്ന ഓരോ വ്യക്തികളിലും. നമുക്കും നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്കും രാജ്യത്തിൻ്റെ, ഈ സമൂഹത്തിൻ്റെ, കുടുംബത്തിൻ്റെ നന്മകളെ നെഞ്ചിലേറ്റാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആശംസകൾ.
എല്ലാ മാതാപിതാക്കളോടുമായി പറയുകയാണ്, നിങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും എന്നും നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ടായിരിക്കും. നമുക്കും പരസ്പരം ചേർത്ത് പിടിക്കാം നമ്മുടെ കരങ്ങളെ, ചേർത്ത് വയ്ക്കാം നമ്മുടെ പ്രാർത്ഥനകളെ. India is my country. All Indians are my brothers and sisters. I love my country and I am proud of its rich and varied heritage. I shall always strive to be worthy of it. I shall give my parents, teachers and all elders respect and treat everyone with courtesy. To my country and my people, I pledge my devotion. In their well-being and prosperity alone lies my happiness. Sasya Shyamala Mataram Vande Mataram Shubhra Jyotsna Pulakitayamini Pullakusumita Drumadala Shobhini Suhasini Sumadhura Bhashini Sukhadam Varadam Mataram Vande Mataram Vande Mataram